സ്തോത്രം. ഞാൻ പൊതുവിൽ പറയുന്നത് മോശമാണെന്നറിയെങ്കിലും പറയട്ടെ. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. പണ്ടൊരു സ്ഥലത്ത് യോഗത്തിന് ചെന്നപ്പം, വേറെ നാട്ടിലാണ്, അപ്പോൾ എന്നോട് ആ യോഗം ക്രമീകരിച്ച സഹോദരൻ പറഞ്ഞു, അച്ഛാ വലിയ ഉപദേശമൊന്നും ഇവിടെ പിന്നെ ഇവിടുത്തെ ഈ സഭയുടെ ഒരു ഒത്തിരി വലിയ സഭയാണ്, ആളൊക്കെ എമ്പിടിയാണ്. ഈ സഭയുടെ ഒരു പ്രത്യേകത, അവർക്ക് ഇഷ്ടപ്പെടുക എന്നെങ്കിൽ പിന്നെ കൂടെ കൂടെ. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറയത്തില്ല, നിനക്ക് എന്നെ അറിയത്തില്ലയോ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കമ്മിറ്റിക്കാരോടൊക്കെ ഒത്തിരി കാര്യം പറഞ്ഞ ഞാനൊന്നും പറയത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാം. ഞാൻ ചെന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഒരു 400 പേരുണ്ട്, നല്ലൊരു സദസ്സ്, ഇരിപ്പൊക്കെ മനോഹരമാണ്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കും പോലെ. പക്ഷേ പിന്നെ ദൈവകൃപയെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് ചെന്നത്. ദൈവകൃപയെ ശരണപ്പെട്ട് ശുശ്രൂഷിച്ചു. എന്നെ വിളിച്ചവൻ അവിടുത്തെ ഒരു കൊച്ചു മൂപ്പന, അവൻ സൈഡിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ മറഞ്ഞു നിന്നാ പ്രസംഗിച്ചു. അല്ലെ ഇവൻ എന്നെ കണ്ണ് കാണിക്കിയിരിക്കാൻ, അതിന് ഞാൻ അവനെ മറഞ്ഞു നിന്നാ പ്രസംഗിച്ചു. ഞാൻ പുറകെ ഇരിപ്പുണ്ട്. അല്ലെ അവനെ ഇടയ്ക്ക് നോക്കി അവൻ കണ്ണ് കാണിക്കും എന്നാളാണ്. നമ്മൾ കുറച്ച് ആളായതുകൊണ്ട് ദൈവകൃപയെ ശരണപ്പെട്ട് ശുശ്രൂഷിച്ചു. നന്നായിട്ട് എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ ഏറെക്കുറെ പറഞ്ഞു. യോഗം കഴിഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടിയൊന്നുമില്ല. പല കാര്യമുണ്ടല്ല, ഇപ്പോൾ പൊതുവെ പറയുന്നില്ല. അങ്ങനെ വലിയ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പം യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകിലെ ഒരു പ്രായമുള്ള അമ്മ, എനിക്ക് തോന്നുന്നൊരു 10-65 വയസ്സ് കാണുമായിരിക്കും അന്ന്. ഇപ്പോൾ അവരുണ്ടോ എന്ന് പോലും അറിയാൻ മേല. പുള്ളിക്കാരി പുറകിരുന്ന് സന്തോഷിക്കുകയും കൈപൊക്കുകയും ഇടയ്ക്ക് എന്നോട് കാണിക്കും. പുറകെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കാണത്തില്ല. എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. യോഗമെല്ലാം കഴിഞ്ഞ് ആരും അങ്ങനെ കൈ തരുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ സൂക്ഷിച്ചേ. അപ്പം യവൻ വന്ന് പറഞ്ഞു, സൂക്കേട് തീർന്നല്ലോ. ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാ എൻ്റെ പണി നോക്കി. യോഗം കഴിഞ്ഞപ്പോൾ ഈ മാന്യ വനിത വന്നുവെച്ച്, എൻ്റെ അമ്മയുടെ പ്രായം, അമ്മയെക്കാളും പ്രായമുണ്ടെന്ന് എനിക്ക് കൈ തന്നു വെച്ച് പറഞ്ഞ്, നല്ല ശുശ്രൂഷയായിരുന്നു, ഞാനിരുന്ന് ആസ്വദിക്കുകയായിരുന്നു. വേർപാടും ഉപദേശമൊക്കെ ഇവിടെ വന്ന് പറയാൻ ധൈര്യം കാണിച്ചല്ലോ. ഈ സഭയുടെ ആരംഭകാലം മുതൽ ഞങ്ങളുള്ളതാണ്. അന്നൊക്കെ നല്ല ഉപദേശത്തിൽ നല്ല ചിട്ടയില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ആരംഭ സമയത്തുള്ളത് ചിലർ പോയി. ഇപ്പോൾ ഈ പിള്ളേർ സെറ്റ് കയറി, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും മിണ്ടാൻ മേലാത്തൊരു സ്ഥിതിഗതിയായി. എന്നാ ചെയ്യാൻ, ഇതെല്ലാം കണ്ട് ഞരങ്ങുക. ഒത്തിരി നാൾ കൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇതൊക്കെ ഒന്ന് പറയാനായിട്ട് ആരെയും ദൈവം ഇവിടെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നോട് പറഞ്ഞ, അങ്ങനെ ഇരുന്നപ്പോഴാണ് മോൻ വന്നത്. ഞാൻ പ്രാർത്ഥിക്കണേ, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിള്ളേരുടെ കൂടെ താമസിക്കുന്ന മോൻ ഇവിടെ ഇല്ല, ഞാനിപ്പോൾ തന്നെയാണ്. അപ്പം മോൻ വരുമ്പോൾ ഞാനൊന്ന് വിളിക്കും, വീട്ടിലോട്ടൊന്ന് വരണേ. ഞാൻ പറഞ്ഞു കർത്താവ് അനുവദിച്ചാൽ വരാം. അത് കഴിഞ്ഞ് ചേച്ചി അമ്മ ബാഗ് തുറന്ന് വെച്ചാൽ അത് അവിടെ വെച്ചങ്ങാണ്ട് ചെയ്തതാണ്. ഒരു ചെക്ക്, അത് പിന്നീടാ വീട്ടിൽ താമസിക്കുന്നിടത്ത് ചെന്നാണ് നോക്കിയത്. അത് കവറിനകത്തിട്ട് പറഞ്ഞ് ഇതൊരു ചെറിയ സ്വോത്ര കാഴ്ച, ഇത് വാങ്ങണം. അപ്പം കൂടെ നിന്നും പറഞ്ഞ് മേടിച്ചോളാൻ പറഞ്ഞു. അവനറിയാം ഇവിടെ നിന്നൊന്നും കിട്ടുകയില്ലെന്ന്. പിന്നെ ഉള്ളതായാലും ആട്ടെന്ന് ഓർത്ത് അവൻ കണ്ണു മേടിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഒന്ന് അമാന്തിച്ചു. ഞാൻ പറഞ്ഞു മേടിച്ചു. ഞാൻ അവർ വളരെ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കണം എന്നെ പ്രാർത്ഥിച്ചു, മേടിച്ചു. ഞാൻ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈ കവർ പൊട്ടിച്ചപ്പം പൊതുവിൽ നിന്നും പറയുന്നില്ല, നല്ലൊരു എമൗണ്ട് ആ ദൈവദാസി തന്നു. അന്നേരം ഞാൻ ഈ ചെക്ക് വണ്ടിയെ കൊണ്ട് കൊടുത്തു. നീ അല്ലേ പറഞ്ഞ ഉപദേശം പറഞ്ഞാൽ കാശ് കിട്ടുകയില്ലെന്ന്. ദൈവം വിളിച്ചതാണെങ്കിൽ നിന്നെ ദൈവം നടത്തിക്കോളും. ദൈവദാസന്മാരോടായി പറയുന്നത്, എൻ്റെ സഹപടന്മാരോടാ പറയുന്നത്. സോപ്പിട്ടും സുഖിപ്പിച്ചും മുഖം നോക്കിയും മുഖസ്തുതി നോക്കിയും ചക്കരവാക്ക് പറഞ്ഞ് പോയാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ അല്പം കാര്യമൊക്കെ നടക്കും. അങ്ങ് ചെല്ലേണ്ടതാ വിഷയം. സ്തോത്രം.
ഞാൻ എല്ലാവരുടെ കാര്യമായി എന്നെയും കൂടെ പ്രതിയാക്കിയ. പലപ്പോഴും നമുക്കതിന് പറ്റുന്നില്ല പല രംഗങ്ങളിൽ. പക്ഷെ അങ്ങനല്ല, കർക്കശമായി തർജ്ജനം ചെയ്യണം. സഭയിൽ കാശുള്ള ആടെ അല്ലെ മിടുക്കനായിരിക്കും, ബിസിനസ്സുകാരനായിരിക്കും, കാശ് കാണും, അല്ലെ റിയൽ എസ്റ്റേറ്റ് എന്തും ആയിക്കോട്ടെ, അവൻ തെറ്റ് ചെയ്താലും തെറ്റാന്ന് പറയണം, അല്ല അതിനെ സൂചിപ്പിക്കരുത്. നമ്പർ 1 ഫാമിലി ആയിരിക്കും. ആ കാര്യമൊക്കെ ചിലതൊക്കെ നല്ല കാര്യം, പക്ഷെ കാര്യം തീർത്ത് പറയണം. നന്നായിട്ട് തർജ്ജനം ചെയ്യണം. അപ്പൊ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ തിരിഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത്യ ലേഖനം, എബ്രായ ലേഖനം. ഇത് 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. ഓർപ്പിച്ചല്ലോ. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെയുള്ള ലേഖനമാണ്. ദുരുപദേശം ഇതിനകത്ത് കയറ്റി. അത് ഇന്നലെ നമ്മൾ അതിൽ നിന്ന് ചില കാര്യം ചിന്തിച്ചു. അതിനെതിരെ ആ ലേഖനം. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് വന്ന എബ്രായ ക്രിസ്ത്യാനികളെ ശരിയായ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എന്നാൽ കൊരിന്ത് ലേഖനത്തിന്റെ വിശേഷത ജീവിതത്തിൽ പെശക് സംഭവിച്ചവരെ ജീവിത വിശുദ്ധീകരണത്തിലും ക്രമീകരണത്തിലും ഗുണീകരണത്തിലും ശുദ്ധീകരണത്തിലും വാർത്തെടുത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കണം. അതാണ് കൊരിന്ത് ലേഖനത്തിന്റെ വിശേഷത, ജീവിത വിശുദ്ധീകരണം. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം, ഓരോ അധ്യായത്തിലും ഓരോ സബ്ജക്റ്റുകളായിട്ടാണ് സാധാരണ പഠിച്ചു വരുന്നത്. അത് ഓടിച്ചൊന്ന് പോയിച്ച് നമ്മൾ എടുത്ത വാക്യത്തിലോട്ട് വരണം. 1-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലെ വിഷയം ഈ കൊരിന്തി സഭയിൽ പച്ചം പിടിക്കുന്നു. മുഴുവൻ പച്ചം പിടിയാ. ഒരുത്തനെ അപ്പൊല്ലോസിന്റെ പക്ഷം, ഒരുത്തനെ കേബാബിന്റെ പക്ഷം. ഈ മുൻപിൽ കസേരയുണ്ട്, സഹോദരിമാരിഞ്ഞോട്ട് വന്ന. ഇനി ആരാ അവിടെ? എല്ലാവരും ഉണ്ടോ? മുന്നോട്ടിരുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു. സഭയ്ക്കകത്ത് പക്ഷം, അത് പാടില്ല. സഭ ദൈവത്തിൻ്റെതാണ്. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന. സഭ ദൈവത്തിൻ്റെതാണ്. ആ സഭയ്ക്കകത്ത് വരുന്നവർ പക്ഷം പിടിക്കാൻ പാടില്ല. കാശുള്ളവനെന്നോ കാശില്ലാത്തവനെന്നോ, ഇന്നലെ പറഞ്ഞ പോലെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉന്നതനെന്നോ കുചാലനെന്നോ കുബേരനെന്നോ നിറവുള്ളവനെന്നോ നിറമില്ലാത്ത ഒന്നും പാടില്ല. ഒന്നും ദൈവികമല്ല. അതൊക്കെ വ്യായി കൊണ്ട് നടക്കുക. ഇതിനകത്ത് പാടില്ല. സഭയ്ക്കകത്ത് പക്ഷം പിടിക്കരുത്. 1-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് പക്ഷം. ആ 1:12 വായിച്ചേ. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നത് പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ? അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്ത് പക്ഷം പിടിക്കാൻ പാടില്ല. ഇതിനകത്ത് കക്ഷി പക്ഷ വർഗ വർണ്ണ വ്യത്യാസം ദൈവസഭയ്ക്കകത്ത് പാടില്ല. എല്ലാവരുടെയും ഒന്നും മുഖം തെളിയത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. നാം ഒരപ്പത്തിന്റെ അംശികളാണ്. സ്തോത്രം. ഇപ്പൊ നിങ്ങൾ ചില സഭകളിൽ ചെന്ന് കാശുള്ളവരെല്ലാം കൂടെ ഒരു സഭ, കാശില്ലാത്ത എല്ലാം കൂടെ വേറെ സഭ. കാഞ്ഞിരപ്പള്ളി സൈഡിലും ഒക്കെ ഉണ്ട് അങ്ങനെ. കാശുകാരെല്ലാം കൂടെ അവര് കാശില്ലാത്തൊരു വരണ്ടെന്നൊന്നും പറയത്തില്ല. അത് ചിലരുടെ സൂത്രം നിങ്ങൾ കണ്ടോ. വരരുതെന്നും പറയല. ചെന്ന് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. 3 ആഴ്ച ചെല്ലും, പിന്നെ ആരാ അങ്ങോട്ട് പോകുന്നത്? അപ്പം വരണ്ടെന്നവർ പറഞ്ഞുമില്ല. യുദ്ധങ്ങളോട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സൂത്രം കണ്ടോ? അത് ദൈവസഭയല്ല. അത് കുറച്ച് കാശുകാരെല്ലാം കൊണ്ട് ഒന്നിച്ച്, കാശില്ലാത്തതെല്ലാം കൂടെ ഒരു സഭ, ഗതികേട് പിടിച്ചതെല്ലാം കൂടെ, അതൊന്നും സഭയല്ല. നമ്മളെ ആർക്കും വേണ്ട, നമ്മളെല്ലാം കൂടെ ചായ്പിനകത്ത്. അത് സഭയൊന്നുമില്ല. ചായ്പിനകത്ത് കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നതേ ഉള്ളൂ. ദൈവസഭയ്ക്കകത്ത് നാനാ ജാതിയിൽ നിന്നും ഭാഷയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ.
വേട്ടമല പീലിപ്പോച്ചൻ പണ്ടൊരു പാട്ട് പാടി, ഞാൻ മിക്കപ്പോഴും പാടിയതിന്റെ 2 വരി. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിലൊന്നാകും. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിലൊന്നാകും. അന്ന് പലവിധ കളറുകൾ കാങ്കയില്ലായകയാൽ പരനോടു തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാങ്കയില്ലായകയാൽ പരനോടു തുല്യരാകും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. സംഗതി പാടില്ല ഈശന് പാരിടം ഭരിച്ചിടുമ്പോൾ. സംഗതി പാടില്ല ഈശന് പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമി ശാലേമിൻ അനുഭവമാണ്. ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമി ശാലേമിൻ അനുഭവമാണ്. ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്ത് പക്ഷം പിടിക്കരുത്. ലോകത്തിലുള്ള ഇത് ലൈവ് പോകുന്നത് കൊണ്ട് അങ്ങനെ തീർത്ത നിങ്ങളുടെ കാര്യം മാത്രമല്ല, ലോകത്തിലുള്ള സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടാ പറയുന്നത്, പക്ഷം പിടിക്കരുത്. അത് ദൈവികമല്ല. സ്തോത്രം. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. അതെ, 1-ാം അധ്യായത്തിൽ കർക്കശമായി തർജ്ജനം ചെയ്യുക, നിങ്ങളുടെ പക്ഷമുണ്ട്, അത് പാടില്ല. റോബയുടെ ആൾക്കാർ വന്ന് നിങ്ങളുടെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പാടില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് തണ്ടി തിരിക്കരുത്. അങ്ങനെ കൊച്ചിലെ കളിക്കും പറയല്ലേ, തണ്ടി തിരിച്ചുള്ള കളി ഇല്ലേ? ഇപ്പോഴത്തെ കളിയൊക്കെ വേറെ കളിയാ. ഞാൻ പഴയ കളികളൊക്കെ പറയുന്നത്. കബഡി കളി, കിളിത്തട്ട്, അക്ക് കളി, ഇപ്പോഴത്തെ കളികളാണ്ട് പിള്ളേർ മൊബൈലിൽ കൂടെ വെടിവെക്കുന്ന കളിയാ. എന്തുവാണ് എൻ്റെ ഒരു പേര്? ദൈവസഭയ്ക്കകത്ത് തണ്ടി കളിക്കരുത്. നാം ഒരപ്പത്തിൻ്റെ അംശികളാണ്. ഈ ദൈവസഭയ്ക്കകത്ത് കളിച്ചവരാരും ശരിക്ക് പോയിട്ടില്ല. ദൈവസഭയ്ക്കകത്ത് കളിക്കുന്ന ദൈവത്തോട് കളിക്കുക. സ്തോത്രം. ഈ മാർഗക്കാരെ ഇന്നലെ കേട്ടല്ലോ, ഓർപ്പിച്ചല്ലോ. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ ശൗല്, തർസോസുകാരൻ. ഡമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് പിടികൂടി ചോദിച്ചു, നീ ആരാ കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. യേശുവിനെ ഇന്ന് വരെ ശൗല് ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെ ഉപദ്രവിച്ചു. അത് യേശുവിനെ ഉപദ്രവിക്കുക. പാവം പിടിച്ച ഉപദേശിമാരെ നീ തോണ്ടിയാൽ സൂക്ഷം നീ വിവരം അറിയും. മേടിച്ചു കെട്ടും, നീ മേടിച്ചു കെട്ടും, നിന്റെ കുടുംബക്കാരും മേടിച്ചു കെട്ടും. എത്ര എത്ര ചരിത്രങ്ങളാണ്. അവസാനം കുപ്പൊക്കൊന്നായ ചരിത്രമാണ്. ഒന്നെങ്കിൽ ഗുണമാകും, ഇല്ലെങ്കിൽ സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് തണ്ടി തിരിക്കരുത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ കർക്കശമായി പറഞ്ഞു. 2-ാം അധ്യായത്തിലേക്ക് ഇവരോട് വന്ന് പറയുക, ഇപ്പൊ ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല. ഉപദേശമൊന്നും. ആ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ.
എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഇപ്പൊ ഉപദേശം ഒന്നും താല്പര്യവുമില്ല, കൈക്കൊള്ളുന്നുമില്ല. പ്രാകൃത മനുഷ്യൻ അത് സഭയ്ക്കകത്തുള്ള ആളാ. സഭയ്ക്കകത്ത് എല്ലാവരും ആത്മീയരാന്ന് ധരിക്കരുത്. ജഡീകനുണ്ട്, പ്രാകൃതനുണ്ട്, ഭാവിസ്ഥാനക്കാരനുണ്ട്. നമ്മളൊക്കെ എല്ലാം തികഞ്ഞിരിക്കുകയാണെന്നോ? നോട്ടയിരിപ്പം കണ്ട അവർക്കും എന്നെ കാഹളം ധ്വനിക്കാത്ത പോകാൻ ധ്വനിക്കണം, അന്നേരം അറിയാം. ഇതിനകത്ത് പ്രാകൃതനുണ്ടെന്ന്. അവൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുകയില്ല. ദൈവമക്കൾ ഉപദേശത്തിൽ നിലനിൽക്കണം. കർക്കശ ഉപദേശം സഭയ്ക്ക്, ഈ സഭയ്ക്ക് വെളിയിൽ രക്ഷയുടെ തൂതും അകത്ത് ഉപദേശമാണ്. വെളിയിൽ പറയേണ്ട രക്ഷയുടെ തൂത ഒരു ഹൈന്ദവ സ്നേഹിതൻ, മുസ്ലിം സഹോദരൻ, അക്രൈസ്തവൻ, നിരീശ്വരവാദി അവനോട് പറയണം, യേശുക്രിസ്തു മാത്രമാണ് ദൈവം, യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. അതിനൊരു സങ്കാരമൊന്നും വേണ്ട, അതിനാരെ പേടിക്കുമൊന്നും വേണ്ട, തീർത്ത കാര്യം പറഞ്ഞേക്കണം. സ്തോത്രം. യേശുക്രിസ്തു ആണെന്ന് തോന്നുന്ന ബ്രദറെ, അങ്ങനൊന്നുമല്ല. യേശുക്രിസ്തു മാത്രം തോന്നുന്ന തന്നെ നിനക്ക്. ഇത് തോന്നല്, ഇത് കെട്ടുകഥയും തോന്നലും ഒന്നുമല്ല, ഇതെങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവിടുന്ന് മാത്രമാ ദൈവം, യേശു മാത്രമാ സത്യദൈവം, യേശു മാത്രമാ നിത്യദൈവം, അവിടുന്ന് മാത്രമാ ദൈവം. അത് തീർത്ത് പറഞ്ഞോണം. അപ്പൊ ആ സത്യദൈവമാകുന്ന ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് യേശു രക്ഷിതാവാന്നൊന്നും പറയണ്ട. സഭയ്ക്കകത്ത് വരുന്നതിന് ഉപദേശം കൊടുക്കണം. ഇത് 25 കൊല്ലമായി സഭയ്ക്കകത്ത് വന്നിട്ട് യേശു രക്ഷിക്കും ഇപ്പോഴാണ് അറിയുന്നത്. ഇത് 30 കൊല്ലം മുമ്പ് പറഞ്ഞല്ലേ. ഞങ്ങളൊരു സഭായത്തിനിരിക്കുമ്പോൾ നമ്മുടെ ഒരു അച്ചായനുണ്ട്. അപ്പം അവിടെ ഒരു സാധുവാ, അങ്ങനെ അങ്ങ് ചിന്തിക്കാം. പുള്ളി ഒരു പരമാർത്ഥി ആയതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഈ അച്ചായൻ പിടികൂടും. പുള്ളി പറഞ്ഞു, ഞാൻ ദൈവമക്കളെ യോഗത്തിന് ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാനും സഹോദരിയും കൂടെ പോന്നപ്പം മഴ പെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ മഴ പെയ്യുന്നല്ലോ, എങ്ങനെയാണ് യോഗത്തിന് പോകാനൊക്കത്തില്ലല്ലോ. ഞാൻ കരമുയർത്തി പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ മഴ നിന്നു. അങ്ങനെ ഞാനും സഹധർമ്മനും കൂടെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അന്നേരം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഉടനെ പുള്ളി ചോദിച്ചു, ഇന്ന് അന്നോടാ പിടി കിട്ടിയ ദൈവം ജീവിക്കുന്നുണ്ട്. പഴയ ആളാണ്. ഇന്ന് രാവിലെ 8:30 ആയപ്പോഴാണ് ദൈവം ജീവിക്കുന്നെന്ന് പിടികിട്ടിയേ. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ശുശ്രൂഷിക്കുക. ആ ഭാഷയെ പിടിച്ചെന്നാണ് ഞാനീ പറഞ്ഞത്. അദ്ദേഹം ഒരു പരമാർത്ഥി ആയതുകൊണ്ട് വേണം ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പ്രാർത്ഥിച്ചു, കർത്താവ് മഴ മാറ്റി, സ്തോത്രം, അത്രയും പറഞ്ഞാൽ മതി. ദൈവത്തിന് മഹത്വം. പക്ഷെ പുള്ളി പറഞ്ഞതിൽ അല്പം പശക് വന്നു. എനിക്ക് മനസ്സിലായി നമ്മുടെ ദൈവം. ആ ചായന് നല്ല മിടുക്കന, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇതുപോലെ ഞങ്ങൾ 2 പേരും ബാധക്കെ ഇരിക്കുക, വേറൊരു സഹോദരനുണ്ട്. അന്നേരം ഈ വേളാങ്കണ്ണിക്ക് പോകാനായിട്ട് ഈ ഫോട്ടോയും അതിനകത്തൊരു പാത്രവും അതിൻ്റെ ഫോട്ടോയും ആരാണ്ടൊക്കെ നേർച്ച കൊടുത്ത കാശ് വല്ലതും ഉണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും ഇങ്ങനെ സിറ്റവിട്ടി ഇരിക്കുക. മെയിൻ റോഡാണ്, MC റോഡാണ്. അപ്പോൾ ഈ പുള്ളി നമ്മുടെ അവച്ചാൻ്റെ കാര്യമായി പറയാനേ, റയിച്ചാനറിയാം. ഞങ്ങൾ 3, ഞാൻ റയ്യനും പാച്ചാനും ഇരിക്കുക. അപ്പോൾ പുള്ളി ഈ പാത്രവും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വന്ന്. അപ്പോൾ പുള്ളി വെച്ചു എന്തിനീ വന്ന പുള്ളി പറഞ്ഞ് വേളാങ്കണ്ണിക്ക എന്നെ പറഞ്ഞ് വെളിയിലിറങ്ങിയേച്ച് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു. MC റോഡ്. അന്നേരം പിന്നെ പറഞ്ഞു, അച്ഛാ വേളാങ്കണ്ണിക്ക അത് തന്നെ അല്ലയോടാ നിന്നോട് പറഞ്ഞ റോഡിന് വെളിയിലോട്ട് ഇറങ്ങിയേച്ച് നേരെ പാലക്കാട് വഴി പൊക്കോളാൻ പറഞ്ഞു. അതിലെ വേളാങ്കണ്ണി. പുള്ളി അങ്ങനെ നല്ല കടക്കെ കൊണ്ട് വർത്താൻ. ഒരു കാര്യം നമ്മുടെ വിഷയത്തിൽ വരാം. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ദൈവമക്കൾ ഉപദേശത്തിൽ നിൽക്കണം, ക്രിസ്തുയേശുവിന്റെ ഉപദേശത്തിൽ നിൽക്കണം, തിരുവചനത്തിന്റെ ഉപദേശത്തിൽ നിൽക്കണം. ഇത് കൈക്കൊള്ളുന്നില്ല. ഉപദേശം ഇഷ്ടമല്ലല്ലോ. ദൈവദാസന്മാരൊക്കെ ചെന്ന് ഉപദേശം പറഞ്ഞ് എല്ലാവർക്കും ഇളക്കുകാരിയല്ലേ ഇഷ്ടം. ഉപദേശം പറയുന്നത് ഇഷ്ടമല്ല. ഉപദേശം പറയുമ്പോൾ മുഖത്തൊരു മ്ലാനതയും ഒരു അസ്വസ്ഥതയും എന്തൊക്കെയാണെന്നോ. പിന്നെ അങ്ങ് ഈ കഷായം കുടിച്ചതുപോലെ, കയ്പുള്ള കഷായം കുടിച്ചാൽ മുഖത്തൊരു ഷെയ്പ്പ് കേട് കാണും. ലോകത്തിന് വന്നിരിക്കുക കഷായം അടിച്ചേച്ച്.
പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതാ 2-ാം അധ്യായത്തിലെ വിഷയം. 3-ാം അധ്യായത്തിൽ പൗലോസ് പറയാം നിങ്ങളുടെ ഇടയിൽ പിണക്കം ഉണ്ടെന്ന്. നിങ്ങളുടെ ഇടയിൽ പിണക്കം 3:3 വായിച്ചേ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യ പിണക്കവും. 14-ാം അധ്യായത്തിൽ വരുമ്പോ അന്യഭാഷയുണ്ട്. അപ്പൊ തന്നെ നിങ്ങളുടെ 3-ാം അധ്യായത്തിൽ പറയാ ഇതെങ്ങനെ ഒരു ഉറവയെന്ന് കയ്പും മധുരം കൂടെ പുറപ്പെടുന്നേ? അത് പാടില്ല. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ കഴിയുമെങ്കിൽ സകല മനുഷ്യനോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചോണം. അപ്പോൾ 3-ാം അധ്യായത്തിൽ പറയാം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും. അത് പാടില്ല, ഞാൻ വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ കുറെ പേര് ചീർത്തിരിക്കുന്നു. കണ്ടോനും അങ്ങ് ചുമ്മാ ഇരുന്നങ്ങ് വീർക്കുക. ഇവർക്ക് അങ്ങ് തോന്നല ഞാൻ ഏതാണ്ടല്ല ആയി, എനിക്ക് ഏതാണ്ടല്ല അറിയാം, ഞാൻ കുറെ ആയി, ശുശ്രൂഷയുടെ മുഖത്താണ് ഞാൻ, കൺവെൻഷന് തിളങ്ങി നിൽക്കുന്ന ആളാ. ചുമ്മാ അങ്ങ് ചീർക്കുക. എനിക്കെല്ലാം അറിയാം. ഇപ്പോൾ ഈ ഏരിയയിൽ എന്നെ പോലെ അറിവുള്ള ആരും വിഡ്ഢി. ചുമ്മാ ഇരുന്നങ്ങ് ചീർക്കുന്നവരുണ്ട്. അവരുടെ ആ ഇരിപ്പ് കണ്ടവർക്കും ഇവര് ഭയങ്കര പുള്ളിക്കാരാന്ന്. 4-ാം അധ്യായത്തിൽ അങ്ങനല്ല, ചീർത്തിരിക്കുന്നു. 4:18 അവൻ എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ലെന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. അയ്യോ, ചിലര് ചീർത്തിരിക്കുന്നു. എല്ലാരും അല്ല, ചിലര് ചീർത്തിരിക്കുക. കണ്ടമാനം ചീർക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങള് ഇവിടെ പിന്നെ പാസ്റ്റ് പറഞ്ഞ പോലെ മിനി കൺവെൻഷനാ നന്നായിരിക്കുന്നു. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇതാ. എനിക്ക് ഇതിലും ഇഷ്ടം കുറച്ച് പേരുമായിട്ട് ശുശ്രൂഷിക്കുന്നതാ കുറച്ചുകൂടെ ഇഷ്ടം. വിശേഷിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടം ഉപവാസ പ്രാർത്ഥനയെ ശുശ്രൂഷിക്കുന്നതാണ്. അങ്ങനെ കാര്യമെല്ലാം തീർത്ത് പറയുകയും ചെയ്യാം. ഇപ്പം ഈ കൺവെൻഷനൊക്കെ ആകുമ്പം എല്ലാം ഒന്നും, എന്നാലും ഞാൻ നോക്കുന്നുണ്ട്. ചിലരങ്ങ് ചീർക്കുക. നിങ്ങൾ വലിയ വലിയ കൺവെൻഷൻ സ്റ്റേജിൽ ചെന്നേ, ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാരൊക്കെ എൻ്റെ സഹപണന്മാരാ, കുഴപ്പമില്ല. ചില സ്റ്റേജിൽ വന്ന അനങ്ങത്തില്ലല്ലോ, ഒരു കൈ അടിക്കുകയല്ല, ഒരു സ്വോത്രം പറയുകയല്ല, ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയല്ല, ആമ വേറെ പുസ്തകം ആമ ഒന്ന് വായിച്ച് സഹായിക്കത്തില്ല. ഇവിടെ പിന്നെ വായിക്കാനായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്നലെ വരാമെന്ന് പറഞ്ഞ ആൾ കണ്ണാടിക്കാരി, കണ്ണാടി കിട്ടിയോ? ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞായിരുന്നു കണ്ണാടി മേടിച്ചു കൊടുക്കണമെന്ന്. അല്ല, സഭയിൽ ചെല്ലുമ്പോൾ അവരൊക്കെയാ വായിച്ചു തരുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ചിലർ ചുമ്മാ അങ്ങ് ചീർത്തിരിക്കും, ഏതാണ്ട് ആയെന്നുള്ള ചിന്ത. ചിലർ സ്റ്റേജിൽ നിങ്ങൾ ഇവരെല്ലാം മര്യാദയ്ക്ക് മാന്യമായിട്ടിരിക്കുന്നു. ചിലർ കാലും വെച്ച് വേറെ പുസ്തകം പോലെ നോക്കത്ത് വലിയ ശ്രദ്ധിക്കത്തില്ല, ഇങ്ങനെ ഇരിക്കും, വാറതാനിരിക്കും പോലെ. ഒന്ന് കൈയടിക്കുക, ആട്ട സൂതിക്കുക. അന്ന് വലിയ മെയിൻ പാസ്റ്റർ ആയില്ലേ? മെയിൻ പാസ്റ്റർ ആയ പിന്നെ അനങ്ങാൻ മേലടാ. ദൈവത്തെ ആരാധിക്കേണ്ട സകലരും ആരാധിക്കണം. ഐമേനിയെന്നോ തിരുമേനിയെന്നോ സെൻട്രൽ പാസ് എന്നോ കൺവെൻഷൻ പ്രസംഗകനെന്നോ ലോക്കൽ പാസ് എന്നോ പ്രസ്ബിറ്റർ എന്നോ സൂപ്രണ്ട് എന്നോ ഓവർസിയർ എന്നോ ഒരു കുന്തോ വിഷയമല്ല. സകലയെന്നോ ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവാ. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഈ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. ചില ഉപദേശമാര് വേറൊരാൾ പ്രസംഗിച്ച ആ സ്തോത്രം പറയാൻ പ്രതികരിക്കയില്ല. അവരെഴുന്നേക്കുമ്പോൾ എല്ലാവരും ഇളയിക്കോണം. അതിനാ ഇഞ്ചൻ മോട്ടറാണ്. അവര് പ്രസംഗിക്കുമ്പോൾ സ്തുതിച്ചാട്ടെ. ഇപ്പൊ സൗകര്യപ്പെടുന്നില്ല, നീ സ്തുതിക്കുന്നില്ലല്ലോ. എടാ, വിതച്ചാലല്ലയോ കൊയ്യുന്നത്. ഞാൻ എൻ്റെ ചെറിയ അനുഭവം പറയാം. ഞങ്ങളുടെ സഭയിലാണെങ്കിലും ആരെങ്കിലും വന്ന് വാക്യം പറഞ്ഞാൽ ഞാൻ വായിച്ചു കൊടുക്കും, പാട്ടും പാടും, സ്തോത്രം പറയും. നമ്മൾ വിതച്ചാലേ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. സ്തോത്രം. ഇത് പൊരുന്നക്കോഴി ഇരിക്കുമ്പോൾ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒരു കൊക്ക. ദൈവത്തെ ആരാധിക്കണ്ടേ? ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവാണ്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, ഇഴജാതി ആരാധിക്കരുത്, പറവജാതി ആരാധിക്കരുത്, പട്ടിയെ പൂച്ചയെ പല്ലിയെ ഒന്നും ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, ഒരു തടി മരം ഒന്നും ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രം.
അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഈ കാണുന്ന ഭൂചര ഗേചര വസ്തുക്കളെ സൃഷ്ടിച്ചവൻ, സകല അണ്ടകടാകത്തെ ഈ ബ്രഹ്മാണ്ട ഘോഷനാടത്തെ നിർമ്മിച്ച സർവജ്ഞനായ ദൈവം, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ട് ഉളവാക്കി, അവനുമായിട്ട് ആ കാര്യം അവനെയാണ് ആരാധിക്കേണ്ടത്. വന്നുമാകർ നിന്നടുക്കൽ പട്ടിയോട് പൊന്നമൂര കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. വന്നുമാകർ നിന്നടുക്കൽ പട്ടിയോട് പൊന്നമൂര കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മന്നവനിയർ സന്നപിച്ചു ഘോഷിക്കുന്നിതാ നിശങ്കമായി സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. കൂട്ടമാക്കി വന്ന നേരം ഈ തുശിലയിൽ കിടന്ന യേശുദേവാ. അതിടയർ കൂട്ടമാക്കി വന്ന നേരം ഈ തുശിലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂല വസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഉത്തമാക്കിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയും പരിപതിനും കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമാണ്. അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പൊ ഇതേ 4-ാം അധ്യായത്തിൽ ചുമ്മാ ചീർക്കുന്നിരുന്ന്, വെറുതെ ഇരുന്ന് ചീർക്കുക. ചിലരുടെ ഇരിപ്പ് കണ്ട എല്ലാം തികഞ്ഞെന്നുള്ള മട്ട. നിങ്ങൾ ചിലരെ വിളിച്ചു വെച്ചാൽ പുസ്തകക്രമം പോലും അറിയാൻ മേല. എത്ര എണ്ണത്തിന് പറയുന്നത് തെറ്റാ, എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ വിഷയവും തർജ്ജനമെന്നാണല്ലോ. എനിക്ക് സങ്കടകരമായ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പറയുക പാസ്, അതൊന്നും പൊതുവെ പറയേണ്ട കാര്യമേ. എനിക്ക് എല്ലാവരുടെയും വീട്ടിൽ വന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചു. നാട്ടിലെ ഒരു പ്രമാണിയാണ്. അതുകൊണ്ട് ആ നിലയിൽ ധാരാളം ആൾക്കാർ സെമിത്തേരിയിലെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. വളരെ ജനപ്രതിനിധികൾ, അവരുടെ കുടുംബത്തിൽപ്പെട്ടവര്, മാനുഷികമായി പറയാം ഉന്നതന്മാരായി പലര് ആ ശുശ്രൂഷയിൽ. പുള്ളി അവിടുത്തെ ഒരു പ്രമാണി. വളരെ ദുഃഖകരമായി തോന്നിയത് ആ സെമിത്തേരിയിൽ വെച്ച് വായനയുണ്ടല്ലോ, വായിക്കാനായിട്ട് ആ നടത്തിപ്പുകാരൻ പറഞ്ഞു 90-ാം സങ്കീർത്തനം. പുള്ളിയെ ഞാൻ ചെന്നപ്പോൾ മുതൽ പുള്ളിയെ വലിയ ആള് കളിച്ച് ചീർത്ത പുള്ളിയാ. പുള്ളിയുടെ നിപ്പും ഇരിപ്പൊക്കെ കണ്ടാൽ പുള്ളിക്ക് 90 അല്ല 900 സങ്കീർത്തനം അറിയാന്നുള്ള രീതിയിലാണ്. പണ്ട് ഞങ്ങളുടെ ഒരു അമ്മ ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പഴയ സഭയാ, അവിടെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നത് ഒരു പഴയ ഉപദേശിയാ. പുള്ളിയെ ഞങ്ങളെല്ലാം വിളിച്ച സാഹിത്യ കൂടാതെ വന്ന ഒരു 6 അടി പൊക്കമുണ്ട്, നല്ല ജിബ്ബായി വെക്കേണ്ട നല്ല നെടുപ്പുവാ, നല്ല ഭാഷാശൈലിയാ. എന്നെ പോലൊന്നുമല്ല, നല്ല ഒന്നാം തരം ഭാഷയാ. ഇതുപോലൊരു ഷാള് വെക്കുന്നുണ്ട്, പുള്ളിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെ മത്തിമല എന്ന് പറയും, മത്തിമല ഉപദേശി, സാഹിത്യ കൂടാരം. അദ്ദേഹം ശുശ്രൂഷയിലിരിക്കുന്ന സമയത്ത് ആ സഭയിൽ ഒരു അമ്മ എഴുന്നേറ്റ് പറഞ്ഞു, പഴയ അമ്മമാരില്ലേ സാക്ഷി പറയുമ്പോൾ ഒരു കറക്കമൊക്കെ ഉണ്ടല്ലോ, അമ്മ കൊണ്ടാട്ടെ ഹാലൂയ എന്നും പറഞ്ഞ് നല്ലൊരു കറക്കമൊക്കെ കറങ്ങി
സാക്ഷി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിക്കാം, 151 സങ്കീർത്തനം. ഉടനെ പുള്ളി പറഞ്ഞു, അതൊക്കെ പിശാച് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ 150 വരെ ഉള്ളൂ. അമ്മച്ചി പറഞ്ഞ 151. അപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞു, അതൊക്കെ പിശാച് പണിതുകൊണ്ടിരിക്കുക, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് അങ്ങനെ പറയണമെങ്കിൽ പുള്ളിക്ക് തിട്ടം ഉണ്ടായിരുന്നു 150 ഉള്ളെന്ന്. തിട്ടമില്ലാത്ത ഉപദേശിച്ച് എന്നെ തപ്പും. 151 എവിടെ കാണുന്നില്ലല്ലോ. ചുമ്മാ ചീർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ചീർപ്പുകാരൻ ഒരാളാണ് അവിടെ വന്നത്. അപ്പൊ ഈ 90 സങ്കീർത്തനം പല ആൾക്കാർ നിൽക്കുകയല്ലയോ. പുള്ളി ഉടനെ ചാടി അങ്ങ് വായിച്ചു. മൈക്കുമൊക്കെ ഉണ്ടായിരുന്നു. തുടക്കത്തിലെ തെറ്റിച്ചു. ആർക്കും തെറ്റ് പറ്റാം, ആർക്കും പറ്റാം. 2ാം വാക്യം വായിച്ചപ്പോൾ തെറ്റിച്ചു. അപ്പൊ ആൾക്കാർക്ക് നോക്കുന്ന കണ്ടു. ആട്ടെ, 1 2 തെറ്റ്. 3ാം വാക്യം വായിച്ചപ്പോഴും തെറ്റി. അയ്യോ, മനോവേദനയായിപ്പോയി. സങ്കടം. നമ്മുടെ ആൾക്കാർക്ക് നമ്മളെ പറ്റിയുള്ള ചില, പിന്നെ 4ാം വാക്യം വായിച്ചപ്പോഴും തെറ്റി. 1 2 ഒക്കെ തെറ്റ് പറയാം, തെറ്റിപ്പറ്റ ആർക്കാം, മനുഷ്യനല്ലേ. എനിക്ക് മനസ്സിലായി 5ാം വാക്യം ഇവൻ തെറ്റിക്കും. ഞാൻ പറഞ്ഞു, ബൈബിളിഞ്ഞതാ മാറി നിൽക്കാൻ പറഞ്ഞു. അവരാരും പറയത്തില്ല, എനിക്ക് എന്നെ പേടി. മാറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സണ്ണി വായിക്കും, തെറ്റിക്കരുതെന്ന് പറഞ്ഞു. സണ്ണി പിന്നെ തെറ്റിക്കാതെ വായിച്ചു. അത് കുറ്റമായിട്ടല്ല, പുള്ളിയുടെ ആ നിപ്പും പാവവും മട്ടും കണ്ടാ പുള്ളി, എടാ കണ്ണാടി ഇല്ലേ പറയണേ, എനിക്ക് കണ്ണാടി ഇല്ല. കണ്ണാടി ഉള്ള ഒരാള് ഇന്നലെ ആണ്ട പറഞ്ഞല്ല കണ്ണാടി ഇല്ലെന്ന്, അല്ലേ? പറഞ്ഞതല്ലേ? അല്ലെങ്കിൽ തെറ്റുമെന്ന് പറയണം. അയ്യോ, ഞാൻ അത് വായിക്കുന്നില്ല, വേറൊരാൾക്ക് കൊടുക്കും. എന്നെ ചില വിഷയം പ്രസംഗിക്കാനായിട്ട് വിളിക്കും. ഞാൻ പറയോ, എന്നെ കൊണ്ട് തൊക്കത്തില്ല, അത് ഇന്നയാളിനെ വിളിക്കും, പുള്ളി നന്നായിട്ടത്, അതല്ലേ എൻ്റെ മര്യാദ. ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്ക് അറിവുള്ള ഇന്നയാളിനെ വിളിക്കുകയാണെങ്കിൽ പുള്ളി അത് നന്നായിട്ട് അറിയാൻ മേലാതെ ഞാൻ അവിടെ കിടന്ന് അത്തത്താ പിത്തത്താ പറഞ്ഞേച്ച് അവസാനം പറയല്ലേ സാന്നിധ്യമാണ്, എല്ലാവരും സ്തുതിച്ചാട്ടെ. എന്നതിന് അവസാനം മനുഷ്യനെല്ലാം തുള്ളി തുള്ളി ഊപ്പാട് വന്ന് ഇതിൻ്റെ ഓളിയും കൂട്ടി അതുങ്ങളും കിടന്ന് കുഴഞ്ഞു. അവൻ തിരിക്കാവുന്നതിൻ്റെ പരമാവധി തിരിച്ച്. വല്ല കാര്യമുള്ള കാര്യമാണോ? അറിയാവുന്ന കാര്യം പാടേ. അപ്പൊ ആ സദസ്സിൽ ധാരാളം ദൈവദാസന്മാരുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ മതിയായിരുന്നു, അവർക്ക് കൊടുക്കുക, അവർ വായിക്കട്ടെ, ശുശ്രൂഷ ഭംഗിയാക്കണ്ടേ, അതല്ലേ എൻ്റെ മര്യാദ. 1 2 പ്രാവശ്യമാണേ നമുക്ക് സഹിക്കാം. ചുമ്മാ നിന്ന്, കാരണം ഈ വെറുതെ ഇരിക്കുമ്പോഴൊന്നും വേദപുസ്തകം വായിക്കത്തില്ലെന്ന് മൊബൈലിൽ തോണ്ടി കുന്തം കണ്ടോണ്ടിരിക്കുക. എടെ വെറുതെ ഇരിക്കുമ്പോ ഇത് വായിക്കേ. ചുമ്മാ ഇരിക്കുമ്പോ 2 പാട്ട് പഠിക്കേ. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന ഇത്രയും പാട്ട് പഠിച്ചത്. ആരോട് പറയാനാ? ചുമ്മാ സ്തോത്രം. നമുക്കൊരു താല്പര്യം വേണ്ടേ? ഞാൻ ഇപ്പോഴും എൻ്റെ ചെറിയ അനുഭവം പറയാം. ഇപ്പോഴും എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു പാട്ട് ആരെങ്കിലും പാടിയോ ഞാൻ എഴുതിയെടുക്കും. ഇന്നാളൊരു പാട്ടിനൊരു തള്ളയുടെ പുറകെ എവിടെല്ലാം നടന്നെന്നറിയാം. വീട്ടിൽ ചെന്നപ്പോൾ തള്ള അവിടെ ഇല്ല, അവർക്കേ അത് അറിയാവുള്ളെന്ന്. അപ്പോൾ പറഞ്ഞ് അവരവിടെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി വിട് നമുക്ക്. അപ്പോൾ പറഞ്ഞാൽ അവർ വേറൊരു സ്ഥലത്ത് പോയിരിക്കാം ജോലിക്ക്, അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവർ ബസ്സിന് കയറി പോകുമെന്ന് പറഞ്ഞു. ഏത് ബസ്സിനാണെന്ന് അറിയത്തുമില്ല. എന്നാൽ ഇന്ന് തള്ള പെടി കൂടിയിട്ടേ ഉള്ളൂ, പാട്ടെടുക്കാതെ ഞാൻ പോകുകയില്ല. പുറകെ പോയി. അന്നത്തെ ദിവസം അവർക്ക് വേണ്ടി ചെന്നു. ഒടുവിൽ അവരെ ചിങ്ങവനത്തിട്ട് പിടികൂടി ബസ്സിലിറങ്ങി പമ്മി പമ്മി വരുന്നു. ഞാൻ പിന്നെ വണ്ടി കൊണ്ട് ചേർത്ത് മുന്നിട്ട് ഞാൻ പറഞ്ഞു, പ്രൈസലോ. അയ്യോ പാസ്റ്ററായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക, പാട്ട് ഇല്ല, പാട്ടില്ല, അതിന് എഴുതി തരാൻ പറഞ്ഞു. അവിടെ നിന്നോണ്ട് പാടി ഞാനത് എഴുതിയെടുത്തു. ആ പാട്ടിൻ്റെ വരി ഇതാ. അവർക്കേ അത് അറിയാവുള്ളൂ, അതുകൊണ്ടാണ്. വേറെ ഇനിയും ലോകത്ത് പേർക്കും അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവർക്ക് അറിയാമെന്നറിയാം, അതുകൊണ്ടാണ് തപ്പി തേടിപ്പോയത്. ആ പാട്ടിൻ്റെ വരി ഇങ്ങനെ. സോ അവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ അവർ സാക്ഷിക്ക് 2 ശീല് പാടി. അവരുടെ അനുഭവത്തിൽ നിന്നാണ് പാടിയത്. നല്ല പാട്ടാണ്. ഞാൻ പാടിയ ഒക്കത്തില്ല. അവർ ഭർത്താവ് മരിച്ചതിൻ്റെ പിറ്റേ ആഴ്ച സഭയിൽ വന്ന് പാട്ട് പാടി ഈ ശീല് പാടി. എല്ലാവരും ആത്മാവി ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഭവവും ആ സന്ദർഭവും. ആ പാട്ടിൻ്റെ വരി ഇങ്ങനെ:
സ്വന്തം ഭർത്താവ് മരിച്ചു സ്വതന്ത്രയായി യാത്ര ചെയ്തിടുന്ന രൂത്തിനെ പോലെ. സ്വന്തം ഭർത്താവ് മരിച്ചു സ്വതന്ത്രയായി യാത്ര ചെയ്തിടുന്ന രൂത്തിനെ പോലെ. പാടാൻ നേരം നിങ്ങളിപ്പോ പറയാ ആ പാട്ട് ഞാൻ എന്ത് ബന്ധപ്പെട്ടിയെന്ന്